നമസ്കാരം. നമ്മുടെ നാട്ടിൽ 5 വർഷം മുമ്പ്, അതായത് 2020-ൽ എത്രയായിരുന്നു സ്വർണ്ണവില എന്ന് അറിയാമോ? ഒരു പവൻ സ്വർണത്തിന് വില 2020 ജനുവരിയിൽ 29,000 മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് 2025-ലെ കഥയെല്ലാം മാറി. ഇനി 2026-ലേക്ക് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത്. 5 വർഷങ്ങൾക്കിപ്പുറം സ്വർണ്ണവില എത്തി നിൽക്കുന്നത് എത്രയോ ഇരട്ടിയിലധികമാണ്. ഇന്ന് ഒരു പവൻ സ്വർണത്തിന്റെ വില 1 ലക്ഷത്തിലേക്ക് എത്താൻ ഇനി അധികം ദൂരമില്ല എന്നാണ് വിപണിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചധികം കാര്യങ്ങൾ. ഇനി ഒരു 5 വർഷം കൂടി കഴിയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമോ കാര്യങ്ങളുമെന്നും സംശയങ്ങളും ചോദ്യമുണ്ട്. ഓരോ ദിവസവും ആശങ്കയോടെയാണ് ആഭരണ പ്രേമികൾ ഈ വാർത്ത എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്. കാരണം സംസ്ഥാനത്ത് സ്വർണ്ണവില ചരിത്രത്തിലെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ഓരോ ദിവസവും ഉയർന്ന നിലയിൽ തുടരുകയാണ്. കുതിച്ചു പാഞ്ഞ് പൊന്നുവില മിന്നൽ വേഗത്തിലാണ് ഈ പോക്ക്. ഈ കുതിപ്പ് ചരിത്രത്തിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കാണ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് സ്വർണവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ വിപണിയിലെ കുറേയധികം സംശയങ്ങളും എല്ലാം ഉണ്ട്. കാരണം ഈ സ്വർണ്ണ വിപണിയിലെ ചാഞ്ചാട്ടവും ഏറ്റക്കുറിച്ചിലുകളും ചില സംശയങ്ങൾക്കും അതിൽ കുറേയധികം മറുപടിയും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം മറുപടി നൽകാൻ സ്വർണ്ണ വ്യാപാരി ശ്രീ അരുൺ മർക്കോസ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, നമസ്കാരം, സ്വാഗതം. നമസ്കാരം. ഈ പറഞ്ഞു വന്നതുപോലെ തന്നെ സ്വർണത്തിന്റെ വില അങ്ങനെ ചാഞ്ചാടി നിൽക്കുകയാണ്. 2025-ൽ സ്വർണത്തിന്റെ അപ്രതീക്ഷിത കുതിപ്പായിരുന്നു രേഖപ്പെടുത്തിയത്. മാറിയും മറിഞ്ഞും സ്വർണ്ണവില അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയപ്പോൾ സ്വർണ്ണവിലയിൽ വൻ വർധനവ് ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ട്രെൻഡ് അത് നമ്മൾ എപ്പോൾ വരെ പ്രതീക്ഷിക്കാം? കാരണം ഇനി 2026-ലേക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2026-ലും ഈ ട്രെൻഡ് തുടരും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ തലവൻ പവൽ ഇന്ന് വെളുപ്പിനെ 12 മണി ഇന്ത്യൻ സമയം വെളുപ്പിനെ 12:30 അടുത്തൊരു സമയത്ത് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു കുറയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വീണ്ടും സ്വർണ്ണവിലയിൽ കുതിപ്പ് ഉണ്ടാകുന്ന സാധ്യത കാണുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ 2026-ലേക്ക് പോകുമ്പോൾ വില കുറയുന്ന ഒരു സാധ്യതയും വിപണിയിൽ നിന്ന് നമ്മൾക്ക് റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. കാരണം കൂടുതലായിട്ട് കയ്യിലിരിക്കുന്ന ആ നിക്ഷേപം അത് ജപ്പാൻ പോലെ ഉള്ള രാജ്യങ്ങൾ അവര് കൂടുതലായി വിപണിയിലേക്ക് വിറ്റഴിച്ച് ലാഭം നേടുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്താനുള്ള ഒരു സാധ്യതയും പറയുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വിപണിയെ ഒരുപക്ഷെ താഴേക്ക് അടിച്ചേക്കാം എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ 2026-ലും ഈ നില തുടരുകയും ഇതിനേക്കാൾ ഉപരി 1 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു പവന്റെ നിരക്ക് എത്താനുള്ള സാധ്യതയും വളരെ കൂടുതൽ. തീർച്ചയായും ഈ സൂചിപ്പിച്ച പോലെ അങ്ങനെയാണെങ്കിൽ സ്വർണ്ണവില 50,000-ലേക്ക് വീഴുമെന്ന പ്രതീക്ഷ കൈവിടാമല്ലേ? കുറഞ്ഞാലും എത്ര വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും? കുറഞ്ഞാലും വലിയൊരു ഏറ്റക്കുറച്ചിൽ, ഒരു പവന്റെ 10,000-ക്കുള്ളിൽ ഉള്ള ഒരു കുറവിന് ഉപരി ഒരു കുറവ് വരാനുള്ള സാധ്യത ഒരു തരത്തിലും കാണുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ. സ്വർണത്തെ സംബന്ധിച്ച് എപ്പോഴൊക്കെ വില വർദ്ധിച്ചിട്ടുണ്ടോ, ചെറിയൊരു ഡ്രോപ്പ് ഒക്കെ ഉണ്ടായാലും വീണ്ടും ആ ഡ്രോപ്പ് ഉണ്ടാകുന്നതിനേക്കാൾ ഉപരിയായിട്ട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പൊ ആ രീതിയിൽ തന്നെ തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഇനി മുന്നോട്ടാണെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടായാലും ഒരു ഗ്രാമിന് പരമാവധി 1,000 രൂപ വരെയൊക്കെ താഴേക്ക് പോയേക്കാം. എന്നിരുന്നാൽ പോലും അത് അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു കയറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ ഭൗമരാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, ദുർബലമായ US ഡോളർ, കേന്ദ്ര ബാങ്കുകളുടെ സ്വർണ്ണ വാങ്ങലുകൾ എന്നിവയെല്ലാം ഈ സ്വർണ്ണവില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 2026 ആകുമ്പോൾ എന്താകും അവസ്ഥ എന്ന് നമുക്കിപ്പോഴും പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഈ വ്യാപാരികളെ സംബന്ധിച്ച് ഈ ചാഞ്ചാട്ടം അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? വ്യാപാരികളെ സംബന്ധിച്ച് എപ്പോഴും വില കുറഞ്ഞു നിൽക്കുന്നത് അതുപോലെ തന്നെ സ്റ്റഡി ആയി നിൽക്കുന്നതാണ് വ്യാപാരികളെ സംബന്ധിച്ച് എപ്പോഴും വ്യാപാരം നടക്കാനായിട്ട് നല്ലത്. കാരണം വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ തൊട്ട് മുകളിലേക്കുള്ള ആളുകൾ വരെ അവരുടെ പർച്ചേസിംഗ് പവർ കുറയുകയും അത് കൃത്യമായി അവരുടെ ബഡ്ജറ്റില് സ്വർണത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന തുകയിലും ഒക്കെ കുറവ് അനുഭവപ്പെടുകയും അതിനനുസരിച്ച് ആളുകൾ വിപണിയിലേക്ക് സ്വർണം വാങ്ങാൻ എത്തുന്നതിനും ഉള്ള ഒരു കുറവ് ഉണ്ടാവും.
അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതേസമയം വില കുറച്ച് കുറഞ്ഞു നിൽക്കുകയും ഈ 1 ലക്ഷം ഒരു പവൻ എന്നുള്ളതിനെ ആ സ്ഥാനത്ത് നിന്ന് ഒരു 80-ലോ 90-ലോ അതിനിടയ്ക്കൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ, 80-ലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ കൂടുതൽ ആളുകൾ സ്വർണം വാങ്ങാനായിട്ട് എത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഇപ്പോഴത്തെ ഈ വേരിയേഷൻ ആളുകളെ സ്വർണം വിൽക്കാനായിട്ടുള്ള ഒരു ട്രെൻഡിലേക്കാണ് ആളുകളെ കൊണ്ടെത്തിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായി പിന്നെ ബുദ്ധിമുട്ടുണ്ട്. പല ആളുകൾക്കും എന്തെങ്കിലും സ്ഥലം വാങ്ങലോ അല്ലെങ്കിൽ വീട് വെക്കേണ്ട ആവശ്യങ്ങൾ ഒക്കെയായി ആളുകൾ ഇപ്പൊ സ്വർണം വിൽക്കുന്ന ഒരു തരത്തിലേക്ക് മാറി. അതുപോലെ തന്നെ വിദേശ പഠനങ്ങൾ ഒക്കെ, വിദേശത്തേക്കൊക്കെ ആളുകൾ പോകുമ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള പണത്തിനും സ്വർണം വിൽക്കുന്ന ഒരു തരത്തിലേക്ക് എത്തി. അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. നേരത്തെ ബാങ്കുകളിലൊക്കെ വളരെ ചെറിയ പലിശയിൽ ലോൺ കിട്ടുമായിരുന്നു. ഗോൾഡ് ലോൺ അവർ കാർഷിക വായ്പ എന്ന പേരിലൊക്കെ നൽകിയിരുന്നു. അത് ഇടക്കാലം കൊണ്ട് ഇവിടെ തന്നെയുള്ള കേരളത്തിൽ നിന്നുള്ള ആളുകളുടെയൊക്കെ പരാതിയെ അങ്ങനെ നൽകിയാൽ ആ പണം വീണ്ടും കൂടുതൽ പലിശയ്ക്ക് അതേ ബാങ്കിൽ തന്നെ തിരിച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റായി എടുത്തു എന്നുള്ള തരത്തിലും ഒക്കെയുള്ള, അത് മിസ്യൂസ് ചെയ്യുന്നുള്ള തരത്തിലൊക്കെയുള്ള പരാതികളെ പോയതിനെ തുടർന്നാണ് ഈ കാർഷിക വായ്പയ്ക്ക് പലിശ നിരക്ക് കൂട്ടുകയും അതിന്റെ ഓരോ പെർ ഗ്രാം റേറ്റ് കുറയ്ക്കുകയും ഒക്കെ അടക്കം ചെയ്തത്. അതൊരു വലിയ മാറ്റമാണ് ഈ സ്വർണ്ണ പണയ മേഖലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇപ്പൊ ഇത്രയും വില വർദ്ധിച്ച സാഹചര്യത്തില് ബാങ്കുകള്, സ്വകാര്യ ബാങ്കുകളൊക്കെ സ്വർണ്ണ വായ്പ നിരക്ക് വളരെയധികം കുറച്ചിരിക്കുകയാണ്. നേരത്തെ മിനിമം 75% വില, വിപണി മൂല്യത്തിന് 70% വായ്പയെ നൽകിയിരുന്നവരൊക്കെ ഇപ്പോ 65% ഒറ്റയടിക്ക് നിരക്ക് കുറച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കുറവ് ഉണ്ടായിരിക്കുന്നതും സ്വർണം ആളുകൾ വിൽക്കാനുള്ള, വെറുതെ പണയം വെച്ച് അതിന്റെ പലിശയും നൽകി മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് അത് ആദ്യം തന്നെ വിൽക്കുക എന്നുള്ള തരത്തിലേക്ക് ആളുകളുടെ ഒരു മനോഗതി മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെയും ഒരു തരത്തിൽ പറഞ്ഞാൽ കുറെ അധികം ആളുകൾ ചൂഷണം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ വഴിനീളെ കാണുന്ന പല പരസ്യ ബോർഡുകള്, പല പരസ്യങ്ങളിലൊക്കെ സ്വർണം കൂടിയ വിലയ്ക്ക് വാങ്ങും അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ഒരു ഇതിലേക്ക് എത്തുന്നുണ്ട്. അത് കണ്ട് ഈ പരസ്യത്തിലൊക്കെ ആകർഷിതരായി ചെല്ലുന്ന ആളുകൾ ഒരുപാട് വഞ്ചിതരാകുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനോട് കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ സൂചിപ്പിച്ച പോലെ തന്നെ ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ വ്യാപാരവുമായി ബന്ധപ്പെട്ട് വലിയ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് തന്നെ ഓരോ ദിവസവും രേഖപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ഒരു ദിവസം രാവിലെ കൂടി ഉച്ചയ്ക്ക് കുറയുന്നു, ചിലപ്പോൾ ഒരു ദിവസം തന്നെ കൂടിയും കുറഞ്ഞു നിൽക്കുന്നു. ഈ ഒരു സാഹചര്യം വരുമ്പോൾ കച്ചവടം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കാരണം പല കടകളിലും ഇപ്പോൾ സ്വർണം വാങ്ങാൻ ആളില്ല എന്നുള്ളൊരു പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. അതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? വളരെ സത്യമുള്ള ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ വില വർദ്ധിച്ചപ്പോൾ ആളുകളുടെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു. പിന്നെ അത് കൂടാതെ ശരിക്കും ഇവിടെ ഒരു കേരളത്തിൽ പൊതുവെ ഒരു സാമ്പത്തിക മാന്ദ്യം അത് പല മേഖലയിലായിട്ട് നിലനിൽക്കുന്നു. അതിനൊരു പക്ഷേ പല കാരണങ്ങളുണ്ടാവാം. അവശ്യ സാധനങ്ങളുടെ ക്രമാതീതമായ വില വർധനവ്. കാരണം അരി തൊട്ട് മുകളിലേക്കുള്ള ഓരോ സാധനങ്ങൾക്കും നമ്മൾ 5 വർഷം മുന്നേ ഉണ്ടായിരുന്നതിന്റെ നേരെ ഇരട്ടിയോടടുത്ത് വിലയാണ് അവശ്യ സാധനങ്ങൾക്ക്, നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചു. അപ്പോ ഒരു സ്ഥിര ജോലിയുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പങ്ക്, നേരത്തെ അവർക്ക് ഒരു മാസം 20,000 രൂപ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അവർക്കതിപ്പോ 10,000 പോലും മാറ്റി വെക്കാൻ സാധിക്കാത്ത ഒരു തലത്തിലേക്ക് പോയി. അപ്പോ അവർക്കൊക്കെ തന്നെ EMI അല്ലെ പല രീതിയിലുള്ള കാര്യങ്ങൾ കാണും, ലോണുകൾ കാണും. ഇതിനെയൊക്കെ തുലനം ചെയ്ത് തന്നെ ഈ ഒരു കാര്യങ്ങൾ തന്നെ മീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് സ്ഥിര ജോലിക്കാർ കടന്നു. അതുപോലെ തന്നെ ഇപ്പൊ കൂലിപ്പണിക്കാർ അല്ലെ സാധാരണക്കാരായിട്ടുള്ള ഡെയിലി വേജ് ലഭിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോ നമ്മുടെ നാട്ടിലുള്ള ആളുകളെക്കാൾ കുറഞ്ഞ വേജില് അന്യസംസ്ഥാന തൊഴിലാളികൾ നാട്ടിൽ മൊത്തം എത്തിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവരുടെ ഇവർക്ക് ലഭിക്കുന്ന അനുദിനം ലഭിച്ചുകൊണ്ടിരുന്ന ജോലി അവർക്ക് നഷ്ടപ്പെടുന്നു. ഇപ്പൊ നമ്മളൊരു ഹോട്ടലിൽ ചെന്നാൽ പോലും അവിടെയൊക്കെ നിൽക്കുന്നത് അന്യസംസ്ഥാന ആളുകളാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും. ഇവിടെയുള്ള അന്യസംസ്ഥാനത്ത് വരുന്ന ആളുകൾ ഇവിടുന്ന് കിട്ടുന്ന പണം ഇവിടെ ചെലവഴിക്കാതെ അവര് അത് പുറത്തേക്ക് അവരുടെ നാട്ടിലേക്ക് കയറ്റി വിടുമ്പോൾ ഇവിടെയുള്ള വിക്രയങ്ങളെല്ലാം കുറയുകയാണ്. അതൊക്കെ ഈ നമ്മുടെ നാട്ടിലെ കച്ചവടങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്.
അത് കൂടുതലായി ബാധിക്കുന്നത് സ്വർണം പോലുള്ള ലോഹങ്ങളെയാണ്. കാരണം സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ നിത്യോപയോഗ സാധനം പോലെ, അല്ലെങ്കിൽ ഒരു അരിയോ അങ്ങനെയുള്ള സാധനങ്ങൾ പോലെ അത്ര അത്യാവശ്യമുള്ള ഒരു സാധനമാണ്, ആവശ്യ സാധനമാണ്. അപ്പൊ അവശ്യ സാധനങ്ങൾ വാങ്ങാൻ, അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാൻ പോലും പണം തികയാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർ അത്യാവശ്യ സാധനത്തിന് അധികം പണം മുടക്കാനായിട്ട് അവർ മെനക്കെടില്ല. പല സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മക്കളുടെ വിവാഹത്തിന് ഒക്കെ അവര് സ്വപ്നം കണ്ടിരിക്കുന്ന തരത്തിൽ നടത്താൻ അവർക്ക് സാധിക്കില്ല. നമ്മളെ അടുത്തൊക്കെ പലരും കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങൾ 25 പവൻ അല്ലെ 30 പവനൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന, ഇത്രയും വില വർദ്ധിച്ചപ്പോൾ ഞങ്ങൾ അതെല്ലാം നേരെ പകുതിയാക്കി കുറയ്ക്കുന്ന ഒരു തരത്തിലേക്ക് വന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇതൊന്നും നിലവിൽ കയ്യിലിരിക്കുന്ന പഴയ ആഭരണങ്ങളൊക്കെ പോളിഷ് ചെയ്ത് അത് കൊടുക്കാനായിട്ടാണ് വിചാരിക്കുന്നത്. കാരണം മാറിയെടുക്കുമ്പോഴൊക്കെ ഇതെല്ലാം നഷ്ടം പല രീതിയിൽ വരുന്നതുകൊണ്ട് അതിനൊന്നും ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അതൊന്നും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തരത്തിലേക്ക് പോലും ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ചിന്താഗതികൾ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ വിപണിയിൽ വലിയ പ്രശ്നം സൃഷ്ടിക്കും. ജ്വല്ലറികളൊക്കെ തന്നെ വളരെ വലിയ വ്യാപാര പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. അതിന് ഏത് തരത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരിക്കലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല എന്നുള്ളതാണ് വ്യാപാരി എന്നുള്ള എനിക്ക് പറയാം. തീർച്ചയായും ഈ സൂചിപ്പിച്ചപ്പോൾ തന്നെ വ്യാപാരി എന്ന നിലയിൽ അരുൺ മാർക്കോസ് എന്നൊരു വ്യക്തി, അതിൽ ഇപ്പം അറിയാം സ്വർണ്ണാഭരണം എന്ന് പറയുന്നത്, ആഭരണം എന്ന് പറയുന്നത് മലയാളികൾക്ക് അത്രത്തോളം ഇഷ്ടമാണ് എന്നും ഒരു ഉപഭോക്താവെങ്കിലും എത്തും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് വ്യാപാരികൾ ഈ കച്ചവടത്തിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷേ ഈ ഒരു ചാഞ്ചാട്ടം, ഈ ഏറ്റക്കുറച്ചിലുകൾ ഈ സ്വർണ്ണ വ്യാപാരം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രത്തോളം പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്? കാരണം പല സ്ഥലങ്ങളിലും പല വ്യാപാരികളും ഈ സ്വർണ്ണ വ്യാപാരം നിർത്തുന്ന ഒരു സാഹചര്യം പോലും കണ്ടുവരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പറയണ്ടേ, ഇപ്പോ നമ്മളുടെ ഈ മേഖലയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് പണിക്കൂലി, പണിക്കുറവ് എന്നുള്ളത് ഇല്ലാതെ ഒരു ആഭരണവും നിർമ്മിക്കുന്നതിനോ വിപണനം ചെയ്യുന്നതിനോ സാധിക്കില്ല. പക്ഷേ ഇതിനൊക്കെ വ്യാജ പരസ്യങ്ങൾ നൽകി പണിക്കൂലി ഇല്ലാതെയാണ് നൽകുന്നത് എന്നുള്ള തരത്തിൽ ചില കടക്കാർ രംഗപ്രവേശനം ചെയ്യുകയും അവരാളുകളെ ഒരുപാട് ചൂഷണം ചെയ്തതിനു ശേഷം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോകുന്ന ഒരു തരത്തിലേക്ക്, ഒരുപാട് ആളുകളുടെ പണമൊക്കെ നഷ്ടപ്പെടുന്ന ഒരു തരത്തിലേക്കൊക്കെ ഈ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ചെറുകിടക്കാരായ സാധാരണ അവര് ചിലപ്പോൾ പരമ്പരാഗത സ്വർണ്ണപ്പണിക്കാരായിട്ടുള്ള ആളുകൾ സ്വർണ്ണക്കട തുടങ്ങിയവരാവും, അല്ലാതെ ഒരുപാട് ലോണുകൾ കാര്യങ്ങൾ എടുത്ത് സ്വർണ്ണക്കട നടത്തുന്നവരായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ്. അവർക്ക് EMI പോലും, അല്ലെങ്കിൽ അവരുടെ ലോൺ തിരിച്ചടവ് പോലും മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലുണ്ട്. അതുപോലെ അവരുടെ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാനായിട്ട് സാധിക്കാത്തത്. സ്വർണത്തിന് മൂല്യം കൂടുന്നുണ്ട്, സ്വർണത്തിന് വില വർദ്ധിക്കുമ്പോൾ അവരുടെ അസറ്റ് വർദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ അതിനകത്ത് സാഹചര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായി കച്ചവടം, ക്രയവിക്രയം, ഇന്ന് വിൽപ്പനയും വാങ്ങലും ഒരുപോലെ നടന്നെങ്കിൽ മാത്രമേ അവർക്ക് അതിൽ നിന്നുള്ള ലാഭം, ദൈനംദിനം ഉള്ള ലാഭം ലഭിക്കുകയും അവരുടെ മാസാമാസം അവർക്ക് ഒരു പ്രോഫിറ്റായിട്ട് ഒരു തുക മിച്ചം കിട്ടുകയും ചെയ്യും. ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ഗോൾഡ് അവിടെ ഇരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു തരത്തിലും അവർക്ക് പണം വരുന്ന ഒരു മാർഗമില്ല. അങ്ങനെയുള്ള പ്രതിസന്ധി ഈ മേഖലയിൽ വളരെ വലുതായിട്ടുണ്ട്. സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ച് അവർക്ക് വളരെ വലിയ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു സാധനത്തിന് പ്രോപ്പറായിട്ടൊരു പണിക്കൂലി കടക്കാർക്ക് നൽകാൻ സാധിക്കുന്നില്ല. കാരണം ഇങ്ങനെ ഒരു ഇതിന് പോകുമ്പോൾ കൂടുതൽ സാധനങ്ങൾ ഇപ്പൊ മെഷീൻ മെയ്ഡ് ആണ് വരുന്നത്. ആ മെഷീൻ മെയ്ഡ് ചെയ്യുന്ന സാധനം അതേ ഒരു പ്രോഡക്റ്റ് ഒരു മനുഷ്യൻ ചെയ്യണം, ആ ഹ്യൂമൻ റിസോഴ്സ് വളരെ വലുതാണ്. ഒരു ദിവസം കൊണ്ട് മെഷീനിൽ അതിന്റെ 100 കണക്കിന് സാധനം ചെയ്യുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ഒരെണ്ണം പോലും ചെയ്തു തീർക്കാനായിട്ട് പാടുപെടുമ്പോഴാണ് ഈ മെഷീനിൽ ഇത്രയും കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ പണിക്കൂലിയിൽ ഉള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ചെറുകിട സ്വർണ്ണപ്പണിക്കാരെ എല്ലാം ബാധിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ സ്വർണ്ണ വ്യാപാരശാലകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ചില പ്രദേശങ്ങളിലൊക്കെ നിലവിൽ തന്നെ അടച്ചുപൂട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും സ്വർണ്ണവില ഇങ്ങനെ റെക്കോർഡ് കുതിപ്പ് തുടരുമ്പോൾ അതുപോലെ തന്നെ വെള്ളി വിലയും വർദ്ധിക്കുകയാണ്. ഈ ആഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ അത് എത്രത്തോളം സാധ്യമാണ്, അതിന് എത്രത്തോളം സാധ്യത ഇന്ന് നിലനിൽക്കുന്നുണ്ട്? പലപ്പോഴും പല കടകളിലും അല്ലെങ്കിൽ ഷോപ്പുകളിലും നമ്മൾ പോകുമ്പോൾ ഇന്ന് അത് നടപ്പിലാക്കുന്നില്ല. കാരണം അത് കുറേയധികം പ്രതിസന്ധികളും, കാരണം ഈ പണിക്കൂലി അതൊക്കെ മാറ്റി നിർത്തപ്പെടുമ്പോൾ വലിയൊരു തുക നൽകേണ്ടി വരുമെന്ന് പൊതുവെ ഉപഭോക്താക്കൾ പറയുന്നൊരു പരാതിയാണ്. അപ്പോൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്ന ആ ഒരു രീതി അത് ഇപ്പോൾ ഉണ്ടോ?
ഇപ്പൊ നിലവിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വലിയ ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു 2 മാസം മുന്നേ ഒക്കെ ഈ വില ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ബുക്കിംഗ് എടുത്ത വ്യാപാരികളൊക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. കാരണം അവരന്ന് 10,000 രൂപയ്ക്ക് താഴെ ഒക്കെ വിലയുള്ളപ്പോൾ ബുക്കിംഗ് എടുക്കുകയും പെട്ടെന്ന് വില 1 ഗ്രാമിന് 1000-ലധികം രൂപ വർദ്ധിച്ച ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അതിനെ അവർക്ക് ടാക്കിൾ ചെയ്ത് ഈ ഉപഭോക്താവിന് സാധനം കൊടുക്കുന്നത് വളരെ വലിയ നഷ്ടത്തിലായിരുന്നു കൊടുത്തത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഒരു വ്യാപാരം നടക്കുന്നു എന്നതിനേക്കാൾ കൂടുതൽ അവർക്കൊന്നും ലഭിക്കാതെ അവർ നഷ്ടത്തിൽ വ്യാപാരം നടക്കുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് പോയത്. പക്ഷെ ഇപ്പൊ നിലവില് വലിയൊരു വേരിയേഷൻ ഇപ്പൊ എല്ലാ ദിവസങ്ങളിലും അങ്ങനെ വരുന്നില്ല. ചെറിയ ഒരു 50 രൂപ അല്ലെ 100 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു സാഹചര്യത്തില് വ്യാപാരികൾക്കും ഈ ഇതുപോലെ ഉള്ള ഈ അഡ്വാൻസ് ബുക്കിംഗ് എടുത്താലും അവർക്ക് വ്യാപാരവും അവരുടെ നോർമൽ ലാഭവും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ പ്രശ്നമില്ല. അതുപോലെ ഇത് വാങ്ങാൻ വരുന്ന ഉപഭോക്താവിനെ സംബന്ധിച്ചും അവര് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്താൽ അവർക്ക് വില കൂടിയാലും കൂടിയ വിലയിൽ നിന്നുള്ള ഒരു സംരക്ഷണം ഈ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തതെന്ന് ലഭിക്കും. നോർമലി അഡ്വാൻസ് ചെയ്യുന്ന ദിവസത്തെ റേറ്റ് ആണ് കുറവെങ്കിൽ ആ റേറ്റ് അല്ല, ഇപ്പൊ അവര് വാങ്ങാൻ വരുന്ന ദിവസത്തെ റേറ്റ് ആണ് കുറവ് എങ്കിൽ ആ റേറ്റിനോ അനുസരിച്ചായിരിക്കും വ്യാപാരികൾ ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നു. പിന്നെ ചില വൻകിട ആളുകൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാല് വില കൂടിയെന്ന് പറഞ്ഞാലും ഒരാ വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണിക്കൂലിയിലൊക്കെ വലിയ മാറ്റങ്ങൾ അതിന്റെ കാൽക്കുലേഷനിലൊക്കെ ചേഞ്ചുകൾ വരുത്തുന്ന ഒരു രീതി കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്നിരുന്നാലും ഉപഭോക്താവിനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നത് വളരെ നല്ലതാണ്. അത് ഒരുപാട് അവർക്ക് ലാഭം നേടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. തീർച്ചയായും ഈ സ്വർണ്ണവില ഇങ്ങനെ ഉയരാൻ കുറേയധികം ഘടകങ്ങൾ ഇതിൽ ബാധിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ചൈനയാണെങ്കിൽ സെൻട്രൽ ബാങ്ക് തുടർച്ചയായി 13 മാസം സ്വർണ്ണ ശേഖരത്തിൽ വലിയൊരു വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ 2024 നവംബർ തൊട്ടാണ് ചൈന ഇങ്ങനെ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടാനൊക്കെ തുടങ്ങിയത്. ഇത് ഏത് തരത്തിലാണ് ഇന്ത്യക്കാർക്ക് തിരിച്ചടി നൽകുന്നത്? പ്രത്യേകിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഒപ്പുവെക്കാത്തതൊക്കെ വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ ഈ ഒരു നിരക്കുകളൊക്കെ സ്വർണത്തിലേക്ക് എത്രത്തോളം ബാധിക്കും? പിന്നെ ഇതിനെ ആകർഷിക്കുന്ന ഘടകങ്ങൾ, ഇന്ത്യൻ ഒരു ഓഹരി വിപണിയിൽ നിന്ന് കൂടുതൽ പേർ പിന്മാറുന്നു, അങ്ങനത്തെ കുറേയധികം സാഹചര്യങ്ങൾ സ്വർണ്ണവില വീണ്ടും വീണ്ടും വർദ്ധിക്കാനൊരു ഇടയാവുകയാണ്. ഇനി സ്വർണം വിട്ട് മറ്റേതെങ്കിലും ലോഹങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും ഇതിലൂടെയൊക്കെ വഴിവെക്കുന്നുണ്ടോ? സ്വർണം വിട്ട് മറ്റേതെങ്കിലും ഒരു ലോഹത്തിലേക്ക് ആളുകൾ മാറുക എന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ ചിന്തിക്കാനേ സാധിക്കില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല. പക്ഷെ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ചൈനയടക്കം ജപ്പാൻ അടക്കം ഉള്ള വലിയ ശക്തികൾ അവർ സ്വർണം വളരെ വലിയ തോതിൽ ടൺ കണക്കിന് സ്വർണം അവരുടെ ആസ്തിയിലേക്ക് വാങ്ങിക്കൂട്ടും. ആ വാങ്ങിക്കൂട്ടുന്ന സ്വർണം അവർ വിപണിയിലേക്ക് വൻതോതിൽ വിറ്റഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ വില കുറയാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം ഡോളറുമായിട്ട് നോക്കുമ്പോൾ അത് വളരെ വലിയൊരു തകർച്ചയാണ്. ഏകദേശം ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 12 വർഷം മുന്നേക്ക് 60 രൂപ ഒക്കെ ഉണ്ടായിരുന്ന ഡോളറും രൂപയും തമ്മിലുള്ള മൂല്യത്തിലെ അന്തരം ഇപ്പൊ 90 രൂപയിലേക്ക് എന്ന സംഖ്യയിലേക്ക് വ്യത്യാസം വരിക്കും. അപ്പൊ അത്രയും ഒരു വേരിയേഷൻ വളരെ കുറഞ്ഞ കാലത്ത് ഉണ്ടായപ്പോൾ അതൊക്കെ ഈ സ്വർണ്ണ വിപണിയെ, സ്വർണത്തിന്റെ മൂല്യത്തിന്റെ വർധനവിനെ ഒക്കെ ബാധിച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോ രൂപ ശക്തി പ്രാപിക്കുകയും ഡോളറും രൂപയുള്ള മൂല്യം ഒരു 80-85 അത് മാറ്റപ്പെടുകയും ചെയ്താലും സ്വർണത്തിന്റെ വില കുറയുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി ഈ സ്വർണം വർദ്ധിച്ചത് അമേരിക്കയുടെ ഈ വ്യാപാര കരാറുകളുമായിട്ട് ബന്ധപ്പെട്ടു. എല്ലാ രാജ്യങ്ങൾക്കെതിരെയും അമേരിക്ക ആണ് എല്ലാ വിപണിയും നിയന്ത്രിക്കുന്നത്. അവരെല്ലായിടത്തും കൃത്യമായി ഈ തീരുവ, ഓരോ അവശ്യ സാധനങ്ങളുടെ തീരുവയും വർദ്ധിപ്പിക്കുകയും അത് ക്രമാതീതമായി ചെറിയ തോതിലല്ല വലിയ രീതിയിൽ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായി. അത് എല്ലാ രാജ്യങ്ങൾക്കും പ്രതിസന്ധി ഉണ്ടായി. അതിനോടൊപ്പം ആ പ്രതിസന്ധി ആണ് ഇപ്പോഴത്തെ ഈ ഒരു സ്വർണ്ണ വില വർധനവില് പ്രധാനമായിട്ടും ബാധിച്ചിരിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, എന്തെങ്കിലും ടെൻഷനുകളൊക്കെ ഉണ്ടാകുമ്പോൾ ആണ് വീണ്ടും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം.
അതുപോലെ വിലവർദ്ധനവിന് കാരണമായേക്കാവുന്ന കാരണങ്ങൾ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ, അങ്ങനെയുള്ള എന്ത് വന്നാലും വില ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരേ ഒരു സാധനം സ്വർണ്ണമാണ്. ഷെയർ മാർക്കറ്റുകളൊക്കെ ഇടിയും സ്വർണ്ണ വിപണിയാണ്. നമ്മൾ ഓർക്കും ആളുകൾ, ഉപഭോക്താക്കള് സ്വർണം ഈ സമയത്തൊന്നും വാങ്ങില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ വർദ്ധിക്കുന്നത് എന്ന് വിചാരിക്കും. ഉപഭോക്താക്കള് അല്ലെ വ്യക്തികളായിട്ടുള്ള ആളുകൾ വാങ്ങുന്നതിനേക്കാൾ ഉപരി രാജ്യങ്ങൾ ഇത് വാങ്ങുന്നു. ഇതൊരു സേഫ് സോണായിട്ട് സ്വർണത്തെ കണക്കാക്കുന്നത് തുടരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വിലവർദ്ധനം ഉണ്ടാകുന്നത്. തീർച്ചയായും. അപ്പോൾ അങ്ങനെ സ്വർണം ഒരു പ്രധാനപ്പെട്ട നിക്ഷേപ ഉപാധിയായിട്ട് തന്നെയാണോ ഇന്ന് ഇന്ത്യക്കാർ നോക്കുന്നത്? കാരണം ആഭരണം എന്നതിലുപരി സ്വർണം മറ്റു പല രീതിയിലും വാങ്ങിച്ചു വിൽക്കുന്ന അല്ലെങ്കിൽ ഒരു നിക്ഷേപം എന്ന രീതിയിലേക്ക് ആളുകൾ വാങ്ങുന്നുണ്ട്. കേരളക്കാരുടെ എങ്ങനെയാണ് അവരുടെ ഒരു രീതി? കേരളക്കാര് ആ രീതിയിൽ ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പുറകോട്ടാണ്. നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ വാങ്ങുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളാണ് ഇത് വ്യാപകമായി ഇന്ത്യയിൽ ഇത് സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ്. അവർ വാങ്ങുന്നത് അവരുടെ ദൈനംദിന ഉപയോഗങ്ങൾക്ക് വേണ്ടിയല്ല. അവരിത് ആഭരണങ്ങൾ അധികം അണിഞ്ഞുകൊണ്ടോ ഒന്നും, നമ്മൾ കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അധികം ആഭരണങ്ങൾ അങ്ങനെ അണിഞ്ഞുകൊണ്ടൊന്നും അല്ല, സ്വർണം അണിഞ്ഞുകൊണ്ടല്ല അവർ നടക്കും. പക്ഷെ അവരിലൊക്കെ ന്യായമായ അളവിൽ കൂടുതൽ സ്വർണ്ണ ശേഖരമുണ്ട്. കേരളത്തിലെ ഒരു മിഡിൽ ക്ലാസ് തൊട്ട് മുകളിലേക്കുള്ള ആളുകൾ ഇതുപോലെ നിക്ഷേപമായി വാങ്ങുന്നുണ്ട്. അവർ സൂക്ഷിച്ച് ലോക്കറുകളിലൊക്കെ വയ്ക്കുന്നു. പക്ഷെ ഒരു മിഡിൽ ക്ലാസ് മുതൽ താഴേക്ക് വരുന്ന ആള് ഇതൊക്കെ ആഭരണങ്ങളായിട്ട് ഉപയോഗിക്കാൻ, ഇത് ധരിച്ച് പുറത്തിറങ്ങുന്നതിനും ആളുകളെ ഒരു ഷോ ഓഫ് തരത്തിലേക്കാണ് ഇത് വാങ്ങുന്നത്. അങ്ങനെ ഈ വിപണിയിലുള്ള വ്യത്യാസങ്ങൾ കേരളത്തിനേക്കാൾ ഉപരി അന്യ സംസ്ഥാനങ്ങളിലാണ് ഇത് നിക്ഷേപം എന്നുള്ള നിലയിൽ കൂടുതലായി വാങ്ങുന്നത്. കേരളത്തിലുള്ള ആളുകൾ ഇപ്പോൾ നിക്ഷേപത്തിലേക്ക് ഒരു ആവറേജ് എബോ ഉള്ള ആളുകൾ കടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറെ അധികം ആളുകൾ ബോണ്ടുകൾ, സ്വർണ്ണ ബോണ്ടുകളിലേക്കും നിക്ഷേപ മേഖലയിലേക്കും കടന്നു. തീർച്ചയായും. എന്തായാലും വളരെയധികം നന്ദി ശ്രീ അരുൺ മാർക്കോസ്, ഈ അവസരത്തിൽ നമ്മളോടൊക്കെ ഈ ഒരു സ്വർണ്ണത്തിൻ്റെ കുറേയധികം സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ മറുപടി നൽകിയതിന്. കാരണം ഇത് ഒരു അധ്യായമാണ്, ഇത് ചെറിയൊരു ചോദ്യങ്ങൾ കൊണ്ടോ ഉത്തരങ്ങൾ കൊണ്ടോ തീരുന്നതല്ല. എന്തായാലും വളരെയധികം നന്ദി സ്വർണ്ണത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ കുറച്ചധികം സംശയങ്ങളുടെ ഉത്തരങ്ങൾ നൽകിയതിൽ. എന്തായാലും വരുന്ന ദിവസങ്ങളിലും സ്വർണ്ണവിലയിൽ വലിയൊരു ചാഞ്ചാട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2026 അങ്ങനെ സ്വർണ്ണ പ്രേമികൾക്ക് എന്തായിരിക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊരു സ്വർണ്ണവില എത്തുമോ ഇല്ലയോ എന്ന് തന്നെയാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും ആഗോളതലത്തിലെയും പ്രാദേശിക തലത്തിലെയും അനവധി ഘടകങ്ങൾ ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. നിലവിലുള്ള പ്രവണതകൾ ഉയർന്ന നിരക്കിലേക്ക് നയിക്കുമോ എന്ന നിക്ഷേപകർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്.